ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമായിട്ട് ഉണ്ടാക്കാൻ പോകണം. ഒരു ഈവനിങ് സ്നാക്സ് കേട്ടോ. അപ്പോൾ മലബാറിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കായ്പോള എന്ന് കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ കുക്ക് എന്ന് പറയുന്നത് ചേച്ചി കേട്ടോ. അത് ഉണ്ടാക്കുന്ന ആൾ ചേച്ചിയുടെ വകയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഒപ്പം നിന്നിട്ട്. അപ്പോൾ അതൊക്കെ നല്ല നാടൻ കോഴിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 കോഴിമുട്ടൊക്കെ എടുത്തിട്ട് ഉടച്ചതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല ഇളക്കുന്നുണ്ട്, മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് കോഴിമുട്ടയൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇളക്കിയിട്ട്. പിന്നെ കുറച്ച് ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് പഴം ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല നേന്ത്രപ്പഴമാണ് നമ്മൾ എടുത്തത്. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 പഴം എടുത്തു. അതൊന്ന് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്കിടാനുള്ളതാണ്. അപ്പോൾ നല്ല റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് 2 എടുത്ത് തിന്നുകയൊക്കെ ചെയ്തു. ഇതാ നമ്മുടെ മിക്സിലേക്ക് പഴം ഒക്കെ നുറുക്കിയ മിക്സിലേക്ക് എന്നിട്ട് അതിൻ്റെ കൊട്ടിയിട്ടോ. എന്നിട്ട് ഇതാ വേറൊരു പാത്രമൊക്കെ എടുത്ത് അതിലേക്ക് നല്ല അടിയിൽ ഇത് പരത്താൻ വേണ്ടിയിട്ട് നല്ല നെയ്യൊക്കെ നല്ല നെയ്യൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നമ്മുടെ മിക്സ് അതിലേക്ക് എടുത്ത് വെച്ചു. ഇനി കുറച്ചൊരു 10 മിനിറ്റ് അത് ആവി കൊള്ളിക്കണം കേട്ടോ. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല. ഇത് സെറ്റാവുമെന്ന് വിചാരിക്കണം. നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഒന്ന് പൊന്തിച്ച് നോക്കിയപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കായ്പോള കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാഷ്നട്ടൊക്കെ കുറേ ഇട്ടുകൊണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ലതായിട്ട് കട്ടിയായില്ല എന്നേ ഉള്ളൂ, നല്ലൊരു കട്ടിപ്പ് കിട്ടിയില്ല എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.